അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് സുൽത്താനുൽ ഉലമ നടത്തുന്ന കേരള യാത്ര വളരെ സന്തോഷകരമായി, വളരെ ഗംഭീരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് എല്ലാവരാലും സ്തുതിക്കപ്പെട്ട്, എല്ലാവരാലും മഹത്വപ്പെടുത്തപ്പെട്ട്, എല്ലാവരും അംഗീകരിച്ച, എല്ലാവരും അതിലേക്ക് സപ്പോർട്ട് ചെയ്ത ഒരു വലിയ സംഭവമായി മാറിയിരിക്കുകയാണ്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആ ഒരു മഹത്വത്തെ ഈ ലോകത്തിന് കാണിച്ചു കൊടുക്കുന്ന വലിയൊരു സംഭവമായി അത് മാറിയിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സുൽത്താനുൽ ഉലമക്ക് അല്ലാഹു തആല ദീർഘായുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ഈ കേരള യാത്രയിൽ ഉസ്താദിന്റെ കൂടെ ഇരിക്കുന്ന എല്ലാ പണ്ഡിതന്മാരും, പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട പേരൂർ ഉസ്താദും അതുപോലെ തന്നെ ഖലീൽ തങ്ങളും അടങ്ങുന്ന ആ മഹാന്മാർക്ക്, ആ മഹാന്മാരുടെ ആ നിരക്ക് തന്നെ അല്ലാഹു തആല ആഫിയത്തും ദീർഘായുസ്സും നൽകുമാറാകട്ടെ. എല്ലാവിധ ഷർറുകളെ തൊട്ടും അവരെ നമ്മളെയും അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ കേരള യാത്ര മനുഷ്യർക്കൊപ്പം എന്ന ഈ പ്രമേയത്തോടുകൂടെ ഈ നടത്തപ്പെടുന്ന ഈ യാത്ര എല്ലാവരും, എല്ലാ മനുഷ്യന്മാരും അതിനെ എന്ത് ചെയ്തു? എല്ലാ മനുഷ്യന്മാരും അതിനെ ഏറ്റെടുത്തു. അതിൽ ജാതിമത ഭേദമന്യേ എല്ലാവരും ഏറ്റെടുത്തു. എല്ലാവരും അതിന്റെ മഹത്വങ്ങളാണ് പറഞ്ഞത്. അപ്പൊ മനുഷ്യരായിരിക്കണം എന്നാണ് അതിന്റെ ഒരു തത്വം. എല്ലാവരും മനുഷ്യരായി ജീവിക്കുക എന്നുള്ളതാണ്. ആ വിഷയത്തിലാണ് മനുഷ്യർക്കൊപ്പം എന്ന് ഉസ്താദിന്റെ ആ ഒരു യാത്രയിലുള്ള പ്രധാനപ്പെട്ട ഒരു പ്രമേയം അതാണ്. അപ്പോൾ നാം എല്ലാം മനുഷ്യരായി ജീവിക്കുക, പരസ്പരം അക്രമമില്ലാതെ, അനീതിയില്ലാതെ നല്ല നിലക്ക് മനുഷ്യരായി ജീവിക്കുക. ഓരോരുത്തന്മാരും അവരവർക്കുള്ള മതമനുസരിച്ച് ജീവിക്കുക. മറ്റൊരാൾക്ക് തന്റെ മതത്തിനെ അടിച്ചേൽപ്പിക്കുന്ന ഒരു വസ്തുതയില്ല. ദീനിൽ, ഇസ്ലാം ദീനിൽ അങ്ങനെ ഇല്ല എന്നതാണ് ഖുർആൻ തന്നെ പറഞ്ഞത്. ലാ ഇക്റാഹ ഫദ്ദീൻ, ദീനിൽ എന്തില്ല? ലാ ഇക്റാഹ ഫിദ്ദീൻ, ദീനിൽ ഇക്റാഹില്ല. ഒരാളെ നിർബന്ധിപ്പിച്ച് മുസ്ലിമാക്കുന്ന പരിപാടിയില്ല. ഒരാളെ നിർബന്ധിപ്പിച്ച് ഇസ്ലാമിലേക്ക് കടത്താൻ ശ്രമിച്ചാൽ അവർ മുസ്ലിമാവുകയില്ല. കാരണം ഒരാൾ മുസ്ലിമാകണമെങ്കിൽ അതിന്റെ വിഷയം എന്താണ്? ഒരാൾ മുസ്ലിമാവണമെങ്കിൽ അവൻ നാവ് കൊണ്ട് വ്യക്തമാക്കി പറയുകയും മനസ്സിൽ ഉറപ്പിച്ചതിന് ശേഷം നാവിൽ വ്യക്തമാക്കി പറയുകയും ചെയ്താൽ മാത്രമേ ഒരാൾ മുസ്ലിമാകുകയുള്ളൂ. അല്ലാതെ വെറുതെ നാവ് കൊണ്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹി എന്ന് പറഞ്ഞ ഒരാൾ മുസ്ലിമാകുമോ? ഇല്ല. അപ്പൊ മനസ്സുകൊണ്ട് ഉറപ്പിച്ച ഒരു കാര്യം നാവ് കൊണ്ട് വ്യക്തമാക്കുമ്പോഴാണ് എല്ലാവർക്കും അത് മനസ്സിലാകുന്നത്. അതിനുള്ള മനുഷ്യർക്കൊപ്പം എന്നുള്ള ഉസ്താദിന്റെ ഈ വലിയൊരു ആശയം എല്ലാവരും ഉൾക്കൊണ്ട്, എല്ലാവരും ഏറ്റെടുത്ത് സപ്പോർട്ടിങ് ആണ്. ഇന്ന് അതിന്റെ 11ാമത്തെ ദിവസം വളരെ സന്തോഷകരമായി അത് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു തആല അതിന്റെ പരിപൂർണ വിജയത്തിലേക്ക് അല്ലാഹു എത്തിച്ചു തരുമാറാകട്ടെ. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് വളരെയധികം മഹത്വമുണ്ടാകുന്ന ഒരു കാര്യങ്ങളിൽ അല്ലാഹു തആല അതിന് കൊടുത്തട്ടെ. അപ്പൊ സുന്നത്ത് ജമാഅത്ത്, സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയുന്നത് അത് ഉണ്ടാക്കപ്പെട്ടത് അതിന്റെ ആലിമീങ്ങൾ, അതിന്റെ മുൻകാല ആലിമീങ്ങളുടെ ഏതാണോ ഒരു ആശയം, അവരുടെ ഏതാണോ ഒരു വിഷയമുള്ളത്, അവർ എന്തിനാണോ അത് കെട്ടിപ്പടുത്തത്, അതിന്റെ ആശയത്തിൽ തന്നെ മുന്നോട്ട് അത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു തആല അതുപോലെ തന്നെ സുന്നത്ത് ജമാഅത്തിന് അല്ലാഹു തആല നിലനിർത്തി നല്ല നിലക്ക് അതിന്റെ ആലിമീങ്ങൾക്ക് അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകി, ഹിമ്മത്തും നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.